അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അടുത്ത് പറഞ്ഞായിരുന്നു ട്രാവൽ വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ നമ്മളെ ഹൊറർ സ്റ്റോറിയൊക്കെ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫുട്ടേജസ് കണ്ടുപോയി. ഓക്കെ, മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ? മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള ആണ് മോണക്കാട്ടെ പ്രേതബംഗ്ലാവ്. GB25 ബംഗ്ലാവ് രാത്രികാലങ്ങളിൽ അമാനുഷിക ശക്തികളുടെ വിഹാര കേന്ദ്രമാണത്രേ ഇവിടെ. 2-3 വർഷങ്ങൾക്ക് മുന്നേ പല വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു മോണക്കാട് പ്രേതബംഗ്ലാവ്. മോണക്കാട് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയിട്ട് 1.5 പതിറ്റാണ്ട് പിന്നിട്ട് 200ഓളം കുടുംബങ്ങൾ തീരാ ദുരിതത്തിലാണ്. ഇരുട്ടായ ഈ ജനാലയ്ക്ക് സമീപം മനുഷ്യരൂപം പ്രത്യക്ഷം. അപ്പോൾ സ്ഥലം മനസ്സിലായല്ലോ, അതാണ് മോണക്കാട് ബംഗ്ലാവിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പരപ്പാടിയിൽ നിന്ന് 7 മണിക്ക് ട്രെയിൻ ഉണ്ട്. ടൈം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടൈം ഇപ്പോൾ ഏകദേശം 6:08 ഇവിടുന്ന് പരപ്പാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിന് പോവാം കേട്ടോ. അപ്പോൾ ഇനി ട്രെയിനിലുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇത് മോണക്കാട് ബംഗ്ലാവിൻ്റെ വീഡിയോ അല്ല, ഇത് ഞാൻ അങ്ങോട്ട് എങ്ങനെ എത്തണമെന്നുള്ള വീഡിയോ, രണ്ടും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ വീഡിയോ ഇപ്പോൾ. അപ്പോൾ ഓക്കെ, ഇത് അങ്ങോട്ട് മോണക്കാടിക്ക് എത്തണ വരെയുള്ള വീഡിയോ ആണ്, മസ്റ്റായിട്ട് ഫുള്ള് ഇരുന്ന് കാണാം. ഓക്കെ, ട്രെയിന് ഇനി വരാൻ വേണ്ടിയിട്ട് ഏകദേശം 3/4 മണിക്കൂറുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കൊരു ചായ കുടിക്കാം എന്തായാലും. എക്സൈറ്റ് വയ്യാനോണ്ടാണ് ചായ കുടിക്കാൻ പറ്റും. ചായ കടി ഞാനതൊരു ചായ കടി വാങ്ങിച്ചില്ല. എനിക്ക് ഇനി പഴയ തിന്നിട്ട് ട്രെയിനിൽ ഇരുന്നൊന്നും ആവാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചായ വാങ്ങിച്ചത് ചായ ഭയങ്കര ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ട്രെയിനിൽ എടുക്കണ വീഡിയോ ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, പറയാൻ വയ്യ കേട്ടോ. കാരണം എന്നാൽ നല്ല ഇരുട്ടാണ്. ഈ ഫോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ക്യാമറേൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഓക്കെ, ഞാൻ പരമാവധി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ഇതേ 7 മണിക്കാണ് ട്രെയിൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് ട്രെയിനിലായിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഒരു സബ്സ്ക്രൈബ് നമ്മൾ ചാനലിലൊന്ന് 1K എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ ഏറ്റവും വലിയത് ഈ 10 ദിവസം പൂട്ടിയതിൻ്റെ ഉള്ളിൽ നമ്മൾ കഷ്ടപ്പെടാത്ത ഒരു ദിവസം പോലും ഇല്ല ചാനലിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഈ ഷോർട്സ് ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കുകയാണെങ്കിലും ആ ഷോർട്സിൽ നമ്മൾ ആ ഡയലോഗ് പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണില്ല. കാരണം ആ ബോണക്കാടിൽ ഇത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ അവസാനിക്കുമ്പോൾ ആ ബോണക്കാടിൻ്റെ അവിടെ ഞാൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങൾ ഫുള്ള് കാണാം, മസ്റ്റായിട്ട് കാണുക, വേറെ പണി. ഇപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ ടൈം ഏകദേശം 7:03 ആയിട്ടുണ്ട്. ട്രെയിനിന് ഒരു 15 മിനിറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ ട്രെയിനിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. തിരക്കാൽ മതി എന്നാദ്യം, തിരക്കില്ലെങ്കിൽ ഒരു സുഖമായിട്ട് നമുക്ക് തിരുവനന്തപുരം വരെ സുഖമായിട്ട് യാത്ര ചെയ്യും. ഇതിപ്പോൾ തിരക്കായി കഴിഞ്ഞാൽ അവിടെ മൂഡ് ഓഫ് വന്നാൽ പോയി പൂട്ടും. അപ്പോൾ രാവിലെ 5 മണിക്ക് നമ്മളവിടെ എത്തും. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, ഈ ട്രെയിൻ വന്നതിന് ശേഷം ട്രെയിനിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം. ഓക്കെ, ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 4:12 ഞാനാണെങ്കിൽ ആ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്ത്. അവിടെ ഇരിക്കാൻ സീറ്റിൽ ഇരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ എപ്പോഴാണ് ഇരിക്കുന്നത്, ഞാൻ എണീച്ചപ്പോൾ ട്രെയിൻ അവിടെ അപ്പോൾ ഹോട്ടലിൽ എണീച്ചാട്ടോ. ഒന്ന് കോളായി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ക്ലിയർ കുറവാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പ് പോകണം. ബസ് സ്റ്റോപ്പ് പോയിട്ട് അവിടെ നിന്ന് മോണക്കാട് ബസ് 5 മണിക്ക് ഉണ്ട്, അതിന് പിടിക്കണം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി നേരത്തെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റും. കാരണം നമ്മൾ ഇന്നൊരു ദിവസം റൂമിൽ സ്റ്റേ ആണ്. അപ്പോൾ നാളെ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണാമല്ലോ. ഓക്കെ,
അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു നൈറ്റ് വൈബാണ്. ഒരു വലിയ ബിൽഡിങ്, എന്തിൻ്റെയെന്ന് അറിയില്ല ആ ബിൽഡിങ്, വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല ഭയങ്കര തണുപ്പ്. ആ ട്രെയിനിൽ നിന്നിട്ട് നമ്മളൊക്കെ ഫുള്ള് പണിയിട്ടാണ് വീട്, കാരണം നല്ല തണുപ്പാണ്. ജാക്കറ്റ് വെക്കാൻ പറ്റാൻ മറന്നു പോയത്. ഓക്കെ, ഇപ്പോൾ ഗൈസ് സമയം 4:33, മോണക്കാടിലേക്കുള്ള ബസ് വെയിറ്റിംഗ്. അപ്പോൾ പലരും ചോദിക്കും എന്തത്ര നേരത്തെ പോകണത്. അപ്പോൾ നേരത്തെ പോകാൻ വേറെ ഒന്നുമല്ല, നമ്മൾ തിരിച്ച് വരുമ്പോൾ പിന്നെ കുറച്ച് ടൈം പിടിക്കും, പിന്നെ ബസ് കിട്ടാൻ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എത്തിച്ചേരും. അപ്പോൾ ഓക്കെ, ബസ് വന്നിട്ട് കാണാൻ സുഹൃത്തുക്കളെ. ഞാനാണെങ്കിൽ ആ ട്രെയിനിലാണെങ്കിൽ ഫുള്ളും കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ഓക്കെ, ബസ് ഇവിടെ വരുന്ന വഴിക്ക് 10 മിനിറ്റ് ചായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാട്ടോ. എൻ്റെ ബാക്ക് കാണുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് ഇവിടെ ചായ ബ്രേക്ക്ഫാസ്റ്റ് ഞാനായിട്ട് പോണ വഴിക്ക് ഷോപ്പൊന്നും ഇല്ലയെന്നാണ്. അപ്പോൾ ഷോപ്പുള്ള സ്ഥലത്ത് നിർത്തിയതാട്ടോ. ഒരാൾ 10 മിനിറ്റ് എനിക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. അപ്പോൾ നേരെ പോയി കയറി. ഞാൻ വെറുതെ പുറത്തിറങ്ങി, എത്ര നേരം ബസ്സിലായിരുന്നു. അപ്പോൾ ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. GPS signal lost. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പും അതിൻ്റെ ഒപ്പം നല്ല കാറ്റും. കുറേ ആൾക്കാരുണ്ട് ബാക്കിൽ, ഫുൾ ആൾക്കാരാ. കയ്യൊക്കെ മരവിച്ച്. നമ്മളിപ്പോൾ നിങ്ങൾ ഗ്രേ വോൾഫ് ചാനൽ കാണുന്നവരാണെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ടീ ഫാക്ടറി ഈ വീഡിയോ ഇത് വെച്ച് അവസാനിപ്പിക്കുക, കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ കുറേ വന്നാണ്. അപ്പോൾ ഇത് ടീ ഫാക്ടറി മറ്റേ ബംഗ്ലാവും കൂടി ഞാൻ വേറെ വീഡിയോ ഒക്കെ ഇട്ട് വിടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തതുകൊണ്ട് നിങ്ങളൊരു സബ്സ്ക്രൈബ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.